നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത വേൾഡ് കപ്പിന് ഇനി കൃത്യം ഒരു വർഷമാണ് ബാക്കിയുള്ളത്. വളരെ കുറഞ്ഞ അന്താരാഷ്ട്ര മത്സരങ്ങളെ ഇതിനിടയ്ക്ക് ഇനി ഓരോ ടീമിനും കളിക്കാനുള്ളൂ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, മാർച്ച് ഈ 4 സമയത്തെ ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒരു 8 മത്സരങ്ങൾ കൂടിയേ ടീമുകൾക്ക് കളിക്കാനുള്ളൂ വേൾഡ് കപ്പിന് മുമ്പ്. അത് കഴിഞ്ഞാൽ ടീം പ്രഖ്യാപനം നടക്കും. ആ ടീമും കൊണ്ടൊരു പക്ഷേ വേൾഡ് കപ്പിന് മുമ്പ് 1-2 സന്നാഹ മത്സരങ്ങൾ കളിക്കും. ഇതാണ് ഉണ്ടാവുക. അപ്പോൾ അർജൻറ്റീനയുടെ അടുത്ത വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് എങ്ങനെയാവും, അതിൽ ആരൊക്കെ ഉണ്ടാകും? ഇപ്പോൾ നിലവിൽ സ്ക്വാഡിൽ സ്ഥാനം ഉറപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്നത് ആരൊക്കെയാണ് സ്ക്വാഡിലെ സ്പോട്ടിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നത്? ഇങ്ങനൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ്. വെറുതെ ആരെങ്കിലും തട്ടിക്കൂട്ടിയതല്ല, അർജൻറ്റീനയിലെ പ്രമുഖ മാധ്യമം തന്നെ അവതരിപ്പിക്കുന്ന ലിസ്റ്റാണിത്. അപ്പം നമ്മൾ ആ ലിസ്റ്റിലേക്ക് കടക്കുകയാണ്. എല്ലാവരും എപ്പോഴും പറയാറുള്ള പോലെ മെസ്സി അല്ലാതെ മറ്റാർക്കും ഇവിടെ സ്ക്വാഡിൽ സ്ഥാനം ഉറപ്പില്ല. അങ്ങനെ ആലങ്കാരികമായിട്ട് പറയുമെങ്കിലും ചിലർ സ്ഥാനം ഉറപ്പാക്കിയവരുണ്ട്. ആദ്യം ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റിൽ തുടങ്ങാം. എമിലിയാനോ മാർട്ടീനസ്, ഒരു സംശയവും വേണ്ട. അദ്ദേഹം അർജൻറ്റീനയുടെ ഫേവറേറ്റ് ഗോൾ കീപ്പറാണ്. അദ്ദേഹം അവരുടെ ടീമിൻ്റെ പ്രധാനപ്പെട്ട ഐക്കണുകളിൽ ഒരാളാണ്. എമി മാർട്ടീനസ്, 32 വയസ്സ്. അദ്ദേഹം അടുത്ത സ്ക്വാഡിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. പിന്നെ പരിക്കും, ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണേ, ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ പരിക്ക്, ആ സമയത്ത് പരിക്കും മറ്റു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കണം. പരിക്കില്ലെങ്കിൽ സ്ക്വാഡിൽ ഉണ്ടാകും നോർമൽ കേസിൽ എന്നാണ് പറയുന്നത്. ജെറോണിമോ റുള്ളി, മറ്റൊരു ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് എന്തായാലും പ്രതീക്ഷിക്കുന്നത് ജെറോണിമോ റുള്ളിയാണ്. 33 വയസ്സ് അദ്ദേഹത്തിനുണ്ട്. ഒപ്പം വാൾട്ടർ ബെനീറ്റസ്, 32 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. എന്തായാലും ജുവാൻ മുസ്വയാണോ വാൾട്ടർ ബെനീറ്റസ് ആണോ എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ മുന്നിലുള്ളത് വാൾട്ടർ ബെനീറ്റസ് തന്നെയാണ്. അവിടെ ഒരു പക്ഷേ ഒരു മത്സരം ഉണ്ടായേക്കാം. ആദ്യ 2 പേരുകാർ, അതായത് ദിബു മാർട്ടിൻസും ജെറോണിമോ റുള്ളിയും ഏതാണ്ട് സ്ഥാനം സ്ക്വാഡിൽ ഉറപ്പിച്ചവരാണ്. ഡിഫൻഡേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യൻ റൊമേറോ, ക്യൂട്ടി റൊമേറോ ദേശീയ ടീമിൻ്റെ പില്ലറുകളിൽ ഒരാളാണ് എന്നാണ് TYC സ്പോർട്സ് വിശേഷിപ്പിക്കുന്നത്. സംശയം വേണ്ട, അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിനുണ്ടാകും. നിക്കോളാസ് ഓട്ടാമെൻറ്റി, 37 വയസ്സാണ്. പ്രായം അദ്ദേഹത്തെ തളർത്തി തുടങ്ങുന്നുവോ എന്ന ചോദ്യം ഒരു ഭാഗത്തുണ്ടെങ്കിലും അൺയൂഷ്വലായിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിനായിട്ടുള്ള അവസാന അപ്പിയറൻസ് അടുത്ത വേൾഡ് കപ്പിൽ നടക്കും എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. അദ്ദേഹം സ്റ്റാർട്ടിംഗ് 11 ഉണ്ടാവും. എന്തായാലും മറ്റു ചില താരങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ പൊസിഷന് വേണ്ടി ചലഞ്ച് ഉയർത്തും, കാരണം അത് പ്രായം ഒരു കാരണമാണ്. പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസ്, 27-കാരനായിട്ടുള്ള താരം. അദ്ദേഹം പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു താരമാണ്, നമുക്കറിയാം. എന്തായാലും അദ്ദേഹം തിരികെ എത്തുകയും നല്ല ഫോമിലെത്തുകയും ചെയ്താൽ എന്തായാലും വേൾഡ് കപ്പിൽ സ്ക്വാഡിലേക്ക് അദ്ദേഹത്തെ എടുക്കും. അതെല്ലാം അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിലെ സ്ഥാനം അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സുമായി ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നു. ഫെക്കുണ്ടോ മെദീന തീർച്ചയായിട്ടും അദ്ദേഹത്തെ ലെഫ്റ്റ് ബാക്കായിട്ടും കളിപ്പിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഗുണം. ഒരു പക്ഷേ ടീമിൻ്റെ ബാലൻസിന് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഗുണം ചെയ്യും. സോ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുക്കും സ്കലോനി എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അർജൻറ്റീനയുടെ ഡിഫൻസിൽ പ്രതീക്ഷിക്കാവുന്നൊരു താരമാണ് ലിയനാർഡോ ബലേഡി, 26-കാരനായിട്ടുള്ള ലിയനാർഡോ ബലേഡി. അദ്ദേഹം ആ പ്ലേസിന് വേണ്ടിയിട്ട് മെദിനയുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്വാഡിൽ സ്ഥാനം കിട്ടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും സ്കലോനിയുടെ റഡാറിലുള്ള കളിക്കാരനാണ്. ഇനി വിങ് ബാക്കുമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ നാഹുൽ മൊളീന, 27-കാരനായിട്ടുള്ള താരം. ഒരു പക്ഷേ അദ്ദേഹത്തിന് അടുത്ത കുറച്ച് വർഷക്കാലത്തേക്ക് അർജൻറ്റീനയുടെ ആ ഒരു പൊസിഷനിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതാൻ. അപ്പം ഗോൺസാലോ മൊണ്ടീൽ, 28-കാരനായിട്ടുള്ള താരം. സോ അദ്ദേഹവും സ്ക്വാഡിൽ ഉണ്ടാകും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. നിക്കോളാസ് ടാഗ്ലിയാഫിക്കയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് 32 വയസ്സുണ്ട്. ടീമിലെ വെറ്ററന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എന്തായാലും ദേശീയ ടീമിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ദെൻ വാലന്റൈൻ ബാർക്കോ, 20-കാരനായിട്ടുള്ള താരം. അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ ഒർട്ടേഗ, ഈ 2 പേരും, ഒർട്ടേഗയ്ക്ക് 26 വയസ്സാണ്. ഈ 2 പേരും സ്ക്വാഡിൽ ഒരു സ്ഥാനത്തിനായിട്ട് മത്സരിക്കുകയാണ്. ഒരു പക്ഷേ ഒർട്ടേഗയുമായിട്ടുള്ള പോരാട്ടമാണ് വാലന്റൈൻ ബാർക്കോക്ക് ആ സ്ക്വാഡിനായിട്ടുള്ളത്. ഒർട്ടേഗയുടെ കാര്യത്തിലാണെങ്കിൽ അതുപോലെ തന്നെ ടാഗ്ലിയാഫിക്കോയുടെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന രൂപത്തിൽ സ്ക്വാഡിലേക്ക് എത്താൻ വേണ്ടി ബാർക്കോയുമായിട്ടുള്ള മത്സരത്തിലാണ് ഫ്രാൻസിസ്കോ ഒർട്ടേഗയുള്ളത്. മധേരയിലേക്ക് വന്നാൽ ലിയാൻഡ്രോ പരേഡസ്, ഒരു സംശയവും വേണ്ട, അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതാൻ.
പിന്നെ എൻസോ ഫെർണാണ്ടസ് ദേശീയ ടീമിൽ അദ്ദേഹം തീർച്ചയായിട്ടും അടുത്ത വേൾഡ് കപ്പിലും കളിക്കും. 24-കാരനായിട്ടുള്ള എൻസോ ഫെർണാണ്ടസ് സോ സ്റ്റാർട്ടറാണ്. ദെൻ റോഡ്രിഗോ ഡി പോൾ അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിലും ടീമിനോടൊപ്പം ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ച് പറയണം. 31 വയസ്സുള്ള കളിക്കാരനാണ്. മധ്യനിരയിൽ പ്രധാനപ്പെട്ട റോൾ അദ്ദേഹത്തിനുണ്ട്. പിന്നെ അലക്സിസ് മാക്കലിസ്റ്ററാണ് 26-കാരനായിട്ടുള്ള താരം. ഫിസിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം 26 മെൻ സ്ക്വാഡിൽ എന്തായാലും ഉൾപ്പെടും. 26-കാരനായിട്ടുള്ള അലക്സിസ് മാക്കലിസ്റ്റർ. ഇസിക്കിയൽ പലാസിയോസ് 26-കാരനാണ് അദ്ദേഹവും. ഇസിക്കിയൽ പലാസിയോസ് അദ്ദേഹത്തിൻ്റെ ഫോം ബയർ ലെവർക്യൂസനിലെ ഫോം അദ്ദേഹം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്ക്വാഡിലെടുക്കും. തിയാഗോ അൽമൈഡ അർജൻറ്റീനയുടെ സ്ക്വാഡിൽ ഒരു പ്രധാന താരമായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. അടുത്ത സീസണിൽ എവിടെ കളിക്കുമെന്നുള്ളത് കണ്ടറിയണം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫോം തുടരുകയാണെങ്കിൽ ദേശീയ ടീമിൽ അദ്ദേഹം അടുത്ത വേൾഡ് കപ്പ് കളിക്കും. ജിയോവാനി ലോ ചെൽസോ 29 വയസ്സായിട്ടുണ്ട്. എന്തായാലും സ്ക്വാഡിൽ ഉണ്ടാവാനുള്ള നല്ല സാധ്യത തന്നെയാണുള്ളത്. യൂലിയാനോ സിമിയോണി സ്ക്വാഡിൽ ഒരു പ്ലേസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഫൈറ്റിംഗ് കൊടുക്കേണ്ടി വരും. അദ്ദേഹത്തിന് സ്ക്വാഡിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് മധ്യനിരക്ക് കൂടുതൽ ബാലൻസ് കൊടുക്കും എന്നാണ് വിശദീകരിക്കുന്നത്. ദെൻ ഫ്രാൻസിസ്കോ മസ്റ്റൻഡോനോ അർജൻറ്റീനയുടെ ഭാവി സൂപ്പർ താരമാണ്. 17 വയസ്സാണ് അദ്ദേഹത്തിന് ആകെയുള്ളത്. അപ്പോൾ അടുത്ത വേൾഡ് കപ്പിലെത്തുമ്പോൾ 18 വയസ്സ്. സോ ഹി വിൽ ബി അബ്രോഡ് ഇൻ ഗ്രാജുവലി. പക്ഷേ നേരെ സ്ക്വാഡിലേക്ക് വരുമോ എന്നുള്ളത് കണ്ടറിയണം. വേൾഡ് കപ്പിന് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്, അത്രേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. ദെൻ നിക്കോ പാസ് മറ്റൊരു യങ് പ്ലെയറാണ്. 20 വയസ്സാണുള്ളത്. നല്ല ഫോമിലാണ് താരം കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും എല്ലാവർക്കും അറിയാം. സോ സ്ക്വാഡിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. മുന്നേറ്റത്തിൽ നിക്കോ ഗോൺസാലസ് 27-കാരനായിട്ടുള്ള നിക്കോ ഗോൺസാലസ് സ്കലോനിയുടെ സ്കീമിൽ വലിയ പ്രാധാന്യമുള്ള കളിക്കാരനാണ്. അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാകും. പിന്നെ ലിയോ മെസ്സി 38 വയസ്സാണ്. അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും 39 വയസ്സായിരിക്കും. ഒരു സംശയവും വേണ്ട. മെസ്സി ഇല്ലാത്തൊരു 2026 വേൾഡ് കപ്പിനെ കുറിച്ച് അർജൻറ്റീനക്കാർ ഇമാജിൻ ചെയ്യുന്ന പോലുമില്ല. ദെൻ ഹൂലിൻ ആൽവേരസ് എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്ക്വാഡിലെ സ്ഥാനം കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം എന്തായാലും ഉണ്ടാവും. ദെൻ ലൗട്രോ മാർട്ടിനസ് സോ സ്കലോനിയുടെ കോച്ചിങ് സ്റ്റാഫിനും സ്കലോനിക്കുമൊക്കെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മികച്ച സ്ട്രൈക്കർ 27-കാരനായിട്ടുള്ള ലൗട്രോ സ്ക്വാഡിലുണ്ടാവും. പിന്നെ ഏഞ്ചൽ കൊഴയ 30 വയസ്സുണ്ട്. അദ്ദേഹത്തിന് അത്ര അങ്ങ് ഉറപ്പ് പറയാൻ ഇപ്പോൾ കഴിയുമെന്നുള്ളത് കണ്ടുവരണം. ഇപ്പോൾ അദ്ദേഹം മെക്സിക്കോയിലേക്ക് മാറിയിട്ടുമുണ്ട്. മെക്സിക്കൻ ക്ലബ്ബിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 26-അംഗ സ്ക്വാഡിൽ ഒരു സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ഫൈറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ അലയാൻഡ്രോ ഗർനാച്ചോ 21 വയസ്സായിട്ടുള്ള അലയാൻഡ്രോ ഗർനാച്ചോ സ്കലോനി പരിഗണിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തെ പലപ്പോഴും സ്ക്വാഡിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലബിന് വേണ്ടി അദ്ദേഹം കളിക്കുന്നുണ്ടെങ്കിൽ സ്ക്വാഡിലേക്ക് വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. ദെൻ വാലന്റിൻ കസ്റ്റയോനസ് 26-കാരനായിട്ടുള്ള താരമാണ്. അതുപോലെ തന്നെ സാന്റിയാഗോ കസ്ട്രോ 20-കാരനായിട്ടുള്ള താരമാണ്. ഇവർ രണ്ടുപേരും ഒരു സ്പോട്ടിനായിട്ട് ഡയറക്റ്റായിട്ട് പോരാട്ടം നടത്താനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അർജൻറ്റീനയുടെ ഒരു ടീം റോസ്റ്റർ. ഇനി മറ്റാരെങ്കിലും ഈ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് അത്ഭുതങ്ങൾ കാണിച്ച് സ്കലോനിയുടെ ശ്രദ്ധയിലേക്ക് ഉയർന്നു വരുമ്പോൾ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.